എന്തുകൂടി പ്രശ്നം? കുറേ വീഡിയോ കണ്ടല്ലോ, കാര്യം പറയും. എന്താ ചേച്ചി, എന്താ സീൻ? ഞങ്ങൾ ഇറങ്ങണോ? ഞങ്ങൾ നാളെ ഇറക്കാട്ടോ. പ്രകാശ് ഇറങ്ങണോ? എന്താടി അവിടെ പ്രശ്നം? ഇജ്ജ് എന്തിനാ വേജാറാവണേ? ഈ പേടിക്കാണ്ടിരിക്കുക, ഓൻ്റെ ക്രിമിയേടി നമുക്ക് തീർത്ത് വെക്കാം. നമ്മളൊക്കെ ഇല്ലേ, ഇജ്ജ് പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ എന്താണെന്നറിയോ? ഇന്നലെ ഞാൻ വീഡിയോയ്ക്ക് വന്ന എനിക്ക് കിട്ടിയ കോളുകളും അതുപോലെ കമൻസും അതിലുള്ള ഡയലോഗുകളാണ് ഇത് മൊത്തം. തൃശ്ശൂരുള്ളവരാണ് പറയാം എന്തുട്ടടി പ്രശ്നം. അതുപോലെ എറണാകുളത്തുള്ളവർ ചേച്ചി എന്താ സീൻ? ഞങ്ങളുടെ പറഞ്ഞോ. അതുപോലെ മലപ്പുറത്തെ ഡിഗ്രി മേറ്റ്സ്, അതുപോലെ അവിടുത്തെ എൻ്റെ റിലേറ്റീവ്സ്. ഇജ്ജ് പേടിക്കാതിരിക്കുക, ഓനല്ലേ, ഓൻ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എനിക്കും ചോദിക്കാനും പറയാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ട്. ഞാൻ ഇത്രയൊന്നും സപ്പോർട്ട് ആരുടെ സൈഡിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് താങ്ക്സ്. കൂടെ നിന്നതിനും ഭയങ്കര മോട്ടിവേഷൻ ആട്ടോ. അറിയാത്തവർ വരെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പേടിക്കേണ്ട അങ്ങനെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സംഭവം എന്താണെന്നറിയോ, ഇന്നലെയും ഇന്ന് ഇത്രയും നേരത്തിനിടയ്ക്ക് ഞാനും, എനിക്കിതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല, അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ കിച്ചപ്പൻ കുറേ തെരഞ്ഞു. മൂപ്പര പൊടി പോലും ഇല്ല. അവൻ പറയണത് അത് ഫേക്ക് ഐഡിയ ആണ്. ഫേക്കാണോ ഉള്ള ആളാണോന്ന് അറിയില്ല അങ്ങനെ ആളുണ്ടോ എന്നുള്ളത്. എന്തായാലും മൂപ്പര വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടോ. മൂപ്പർക്ക് ഈ ഒളിഞ്ഞിരുന്നുള്ള പ്രവർത്തികളാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നത്. ഇത്രയൊക്കെ അങ്ങനെ നമ്മൾ ഭയങ്കര മോശമായിട്ട് വരെ ചീത്ത പറഞ്ഞിട്ട് ഒരാളൊന്നും പ്രതികരിച്ച് കണ്ടില്ല. ഞാൻ വിചാരിച്ച ആൾ രംഗത്ത് വരുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മറ്റേ ബോച്ചയുടെ കേസും അതുപോലെ ഹണി റോസിൻ്റെ കേസൊക്കെ അങ്ങനെ രൂക്ഷമായിട്ട് കത്തിക്കയറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് കണ്ടപ്പോൾ ഞാനിനി കേസ് കൊടുക്കുമെന്നൊക്കെ പേടിച്ചിട്ടാന്ന് തോന്നുന്നു. എന്തെങ്കിലും റിപ്ലൈ ഇടണ്ടേ? കണ്ടില്ല. ഇനിയിപ്പോൾ മറ്റേ വേറെ ഏതെങ്കിലും ആൾ ഫേക്കായിട്ടുള്ള ഐ ഡി ചെയ്തിട്ട് അതിൽ കരുതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കിയിട്ട് കിട്ടിയിട്ടില്ല ആളെ. ഞാൻ പറയണത് ഈ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ വിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്ന നല്ലത് ആണെന്നുണ്ടെങ്കിൽ ആണോ ഡൗട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചകഞ്ഞടക്കുന്ന ആൾ ചിലപ്പോൾ ആയിരിക്കില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തുനിന്നൊരു കമൻറ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളാരാണെന്ന് അറിയാമായിരുന്നല്ലോ. മൂപ്പര് സൂക്കേട് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അതിനുള്ള ഭാഷയുള്ള ആളിലാണെന്ന് എനിക്ക് തോന്നണത്. എന്തായിക്കോട്ടെ, അയാൾക്ക് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. മൂപ്പര് പറഞ്ഞ പോലെ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യില്ലേ, ഒളിയമ്പുകൾ വിടില്ലേ, പണ്ടത്തെ യുദ്ധതന്ത്രങ്ങൾ, അതാണ് തോന്നുന്നുണ്ട്. ആ ഒരു സ്ട്രാറ്റജി ബേസ് ചെയ്ത് നടക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ വന്നിട്ട് ആണുങ്ങളെ പോലെ സംസാരിക്കാനുള്ളൊരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു ഈ ആണത്വം എന്നൊക്കെ പറഞ്ഞ സംഭവമില്ല, അതൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ അയാൾക്ക് ധൈര്യമായിട്ട് നേരിട്ട് വന്നിട്ട് അയാളുടെ സ്വന്തം ഐഡിയ ഒരു കമൻറ്റ് ഇട്ടാൽ പോരെയൊന്നും. എന്നാൽ പിന്നെ നമുക്കതൊന്ന് ശരിക്കും പിടിച്ച് കയറാനും. ഇതിപ്പോൾ ഇത്രയും കമൻറ്റും ഞാനിങ്ങനെ ഓപ്പണായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് വരാൻ അയാൾക്ക് ഒരു റിയാക്ഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്ന പോലെ ഒളിഞ്ഞു പോയിട്ട് പലരുടെയും രഹസ്യഭാഗങ്ങളിലെ ടാറ്റു കണ്ട് അതിൻ്റെ അർത്ഥം അന്വേഷിച്ച് നടക്കാനുള്ള ഭാഷയൊക്കെ തന്നെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും മൂപ്പര് ഹാപ്പി ആയിരിക്കട്ടെ. എൻ്റെ കമൻറ്റുകളും അതുപോലെ എൻ്റെ വീഡിയോ മറ്റുള്ളവരുടെ കമൻറ്റൊക്കെ കണ്ട് ആസ്വദിക്കട്ടെ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് അയാൾക്ക് ചൊറിച്ചിലാക്കിയിട്ട് എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം ബാക്കി കൊടുക്കാം. എന്തായാലും നിങ്ങളിതുപോലെ തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണേ. അതെനിക്ക് നല്ല നന്ദിയുണ്ട്. അതുപോലെ നല്ല സന്തോഷമായി. ഇത്രയും പേര് എൻ്റെ കൂടെ നിൽക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് കുറേ പേര് പറഞ്ഞു, മറ്റേ ഞാൻ മുൻപ് ടാറ്റുവിൻ്റെ വീഡിയോ ഇട്ട അതിൻ്റെ ഇടയിലാണോ അയാളെ കമൻറ്റ് ഇട്ടത്. അപ്പോൾ ഞാൻ ആ കമൻറ്റ് എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ കൂടി ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അയാൾ ഉദ്ദേശിച്ചത്, എന്താണ് അയാൾ പറഞ്ഞ കമൻറ്റ് എന്ന് അറിയാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഈ വീഡിയോ അല്ല, ഇന്നലെ ചെയ്ത വീഡിയോ കണ്ടിട്ട് ഏത് വീഡിയോൻ്റെ അടിയിലെ കമൻറ്റ് എന്നുള്ളത് പോയി സെർച്ച് ചെയ്യണമായിരുന്നു. പലർക്കും കിട്ടിയില്ല എന്താ കമൻറ്റ് എന്നുള്ളത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വിളിച്ച് അതുപോലെ മെസ്സേജ് ചോദിക്കുക ചെയ്ത് ആ കമൻറ്റ് എന്തായിരുന്നു അതൊന്ന് കാണിക്കുന്നു. ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച പേര് ഞാൻ പറയാൻ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, ജംഷീൻ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, ഗൾഫിലാണ്. അവൻ എനിക്ക് എഡിറ്റ് ചെയ്ത് അയച്ചു, ഇന്ന പോലെ ചെയ്യാൻ നീ ആ വീഡിയോയിൽ അവൻ്റെ ആ കമൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് എഡിറ്റ് ചെയ്തിടുന്നു പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് രണ്ട് പേര് വേറെ എൻ്റെ റിലേറ്റീവ്സും പറഞ്ഞു അതും കൂടി ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും അറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോഴും അറിയില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അയാളുടെ കമൻറ്റ് എഡിറ്റ് ചെയ്തിടാൻ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കാം, മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ കമൻറ്റ് നിങ്ങൾ കാണുക. എനിക്ക് ഇത്രയധികം ഇറിറ്റേറ്റ് ആവാനും അത്രയും വിഷമമാവാനും ഉണ്ടായ സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പിന്നെ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുള്ളതിൻ്റെ ബേസ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും ഇതുവരെ സംസാരിച്ചില്ല. എന്നിരുന്നാൽ കൂടി അയാളതങ്ങനെ ഞാൻ സംസാരിക്കുന്നതും ഞാൻ പറയണതും എൻ്റെ ഇഷ്ടങ്ങളും അതുപോലെ എനിക്കറിയാവുന്ന കാര്യങ്ങളോ അത് അയാൾ ഒരിക്കലും ബാധിക്കണ കാര്യമില്ല. അയാൾക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഇടുന്ന ഒരു ആവശ്യമില്ല. ഞാൻ അയാളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കുക എനിക്ക് അയാൾ അറിയുപോലും ഇല്ല. ഞാൻ പിന്നെയും പറയുകയാണ്. പക്ഷേ അയാൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ ശരിക്കും എനിക്ക് അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോ ഇന്നലെ ചെയ്തതും ഇപ്പോൾ ഈ ചെയ്യണ വീഡിയോ പേഴ്സണലായിട്ട് വേറെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മാപ്പ് പറയുന്നു. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ഇടയിൽ ഇട്ടിരിക്കുന്ന കമൻറ്റും എന്താണെന്നൊന്നും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചൂടായിട്ടും മറ്റേ വിഷമത്തോടെ ഞാൻ സംസാരിക്കേണ്ടി വന്നൊരു സിറ്റുവേഷൻ അതാണ്. അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് കേൾക്കേണ്ടി വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടായിരുന്നുവെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഇല്ലാതെയാണ് അയാൾ അങ്ങനെ ഒരു പ്രൊവോക്ക് ചെയ്യണം അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു കമൻറ്റ് കണ്ട ആർക്കായാലും ചിലപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാനോ വിഷമിക്കാനൊന്നും വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീഡിയോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, നമ്മുടെ ഫാമിലിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ പോലെ തന്നെ.
അപ്പോൾ അവർക്കും കൂടി ഒരു പ്രചോദനം ആവട്ടെ. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള മോശമായിട്ടുള്ള കമൻറ്റുകൾ, അതുപോലെ നെഗറ്റീവായിട്ടുള്ള ഡയലോഗുകൾ കേൾക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരുന്നിട്ടൊരു കാര്യമില്ല. റെസ്പോണ്ട് ചെയ്താൽ തന്നെയാണ് ഇനി അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ അവർക്കും തോന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നു ആ രീതിക്ക് റിയാക്ട് ചെയ്യുക വേണം. അല്ലാതെ നമ്മൾ മിണ്ടാതിരുന്നാൽ അത് അവർക്ക് കൂടുതൽ മോട്ടിവേഷൻ ആവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊന്ന് ഒരു സിനിമയിൽ പറയുന്നത് നീ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, അതുപോലെ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കുറയും. അതിനാണ് ഇപ്പോൾ ഇന്നലെ ഇത്രയും പേര് എന്നെ വിളിച്ചിട്ടും അതുപോലെ കമൻറ്റ് ചെയ്തിട്ടും മെസ്സേജ് ചെയ്തിട്ടൊക്കെ എനിക്ക് സപ്പോർട്ട് തന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നിലും ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, നമ്മളെ താങ്ങി നിർത്താനായിട്ട് ഒരുപാട് പേര്. അതുകൊണ്ട് ഉള്ളതൊക്കെ നമുക്ക് കിട്ടുന്ന പൊട്ടനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറായി തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഗുലാം വിത്ത് മീയുടെ അടുത്ത വീഡിയോ ആണ്. ഞാനത് മുന്നേ പറയാൻ മറന്നു. ഞാൻ ആ ഫസ്റ്റ് ഡയലോഗുകൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓവറായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. എല്ലാവരും വീഡിയോസ് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഇന്നലെ ഉണ്ടായ ആ ഒരു സപ്പോർട്ടിങ് പോലെ. മറ്റാളുടെ മെസ്സേജ് അല്ല കേട്ടോ, എന്തായിരുന്നു സുനിൽ ജോസ്, അയാളുടെ മെസ്സേജ് പോലെയല്ല, സപ്പോർട്ടീവായിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ കമൻറ്റുകൾ ഇടുക, എന്നെ സഹായിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബ്യൂട്ടി ടിപ്സും ഹെൽത്ത് ടിപ്പും അതുപോലെ ടാറ്റുവിൻ്റെ ടിപ്സൊക്കെ ആയിട്ട്. ഞാൻ തളരില്ല, ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കേട്ടാലും ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ടാറ്റാ.